അറിയോ? ഇത്രയും കളർഫുൾ ആയിട്ട് ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഈ പാറ എന്റെ നേരെ വരുന്നു. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇതിന് നീ മാറി നിൽക്കണം. ഞങ്ങൾക്ക് നിന്നെ ആവശ്യമാ. നിന്റെ പവേഴ്സ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാ? ഞാൻ പറയാം. രേവന്റെ കല്ല് തകർന്നതിന് ശേഷം അവളുടെ തിന്മശക്തി പുറത്തു വന്നു. ഇനി ചെയ്യേണ്ടത് എക്സ്ഗോണിന്റെ കല്ല് പൊട്ടിക്കണം. പിന്നെ എന്റെ ട്രൈഗോൺ കാണാതെ പോകും. പിന്നെ നിന്റെ ട്രൈഗോൺ, അതായത് നിന്റെ ട്രൈഗോൺ. അയാൾ അത്ര കുഴപ്പക്കാരനൊന്നും അല്ല. രേവൻ, നിന്റെ തിന്മശക്തി തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് എന്റെ തിന്മശക്തി ഇല്ലാതെയാണ് നല്ലതായിട്ടുള്ളത്. പക്ഷെ നീ കൊടുത്ത ഓഫറും അത്ര മോശമാത്രമല്ല. നീ നിന്റെ ചുറ്റിനും നോക്ക്. ഓർമ്മയുണ്ടോ നിനക്ക്? തിന്മശക്തി കാരണം നിന്റെ ഫ്രണ്ട്സിനൊന്നും സംഭവിക്കരുതെന്ന് കരുതിയില്ലേ നീ? ഇപ്പോൾ നോക്ക്. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഞാൻ നീ എന്ത് ചെയ്യും? നീ എന്നെ കഴിക്കണം. എന്ത്? നീ എന്റെ പവേഴ്സ് എടുക്കണം. എന്നെ കഴിക്കുന്നത് വഴി. അപ്പൊ അവരെ എല്ലാരും നിനക്ക് കഴിച്ചൂടെ? ചേർത്താ ഒരു മെഗാരേവരാവും. എല്ലാവരുടെ പവർ നിനക്ക് കിട്ടും. അവൻ പറഞ്ഞത് കറക്റ്റാണ്. നിനക്ക് നിനക്ക് എന്നെ കഴിക്കാൻ പാടില്ലേ? കാരണം എനിക്ക് എന്റെ വായ അത്ര തുറക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് പറ്റും. എന്താണ് നിങ്ങൾ രണ്ടുപേരും വീണ്ടും പോ. ഇത് വർക്കാവുന്നുണ്ടോ? എനിക്കറിയില്ല, പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അത് വർക്കാവാൻ തുടങ്ങിയത് തോന്നുന്നു. അവസാനമായി നമ്മുടെ കഥ കളിക്ക് പോകണമെന്ന് തോന്നുന്നേ. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് നമ്മുടെ റേവനാണെന്ന് തോന്നുന്നു. നീ എങ്ങനെയായത്? എന്ത് പറ്റി? നീ എപ്പോഴും ഒരു രേവനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? ഞങ്ങൾ സൂപ്പർ രേവൻ, അവളുടെ കഥ അവസാനിപ്പിക്കേ. നിന്നെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കാം. Oh, come on. നീ എന്നെ നശിപ്പിക്കാൻ പറ്റില്ല. ഞാനാണ് എക്സോഗാൻ. എത്ര പേരൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ നമ്മൾ എന്തെങ്കിലും വീണ്ടും ഒരു പ്ലാനോ? ഞാൻ ഓൾറെഡി 3 പ്ലാൻ പറഞ്ഞതല്ലേ. എന്നെ പ്ലാൻ ചെയ്യാൻ സമയമല്ല. നമ്മൾ എത്ര പെട്ടെന്ന് പോകണം? ആ ബോളൊക്കെ ഇങ്ങോട്ട് തരൂ. എടി ഞാൻ നോക്കിക്കോളാം. അവരൊക്കെ എന്തൊക്കെയോ കഴിച്ചിരുന്നു. അവരൊക്കെ ദുഷ്ടശക്തികളാണ്. ഇത് അതുപോലെ നടക്കില്ല. ഒരു മിനിറ്റ്, എന്റെ അടുത്ത് വേറെ ഐഡിയ ഉണ്ട്. അവന്റെ ബോർബോർഡ് എടുത്ത് കൂട്ടിക്കൊണ്ടോ? തീർച്ചയായിട്ടും.
ഇല്ല. അകത്ത് പോ. വേണ്ട, നീ പോയിട്ട്. Come on, Titan. Tug of war ൽ നമ്മുടെ സഹായം ദേവിന് ആവശ്യമുണ്ട്. എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ആരെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. എപ്പോഴും തോൽപ്പിക്കാൻ പറ്റില്ല. വേണ്ട. അപ്പോൾ ഞങ്ങളും എത്തി. എന്താണ്? ഇത് വേണ്ടതല്ല നീ പറഞ്ഞോടുന്നത്. അപ്പോൾ ഞാൻ തെറ്റായി പറഞ്ഞു. ഞാനും പാതി മനുഷ്യനല്ലേ? ഞാനെവിടെയുള്ളത്? റേവൻ, നീ ഇപ്പോഴും അകത്തുണ്ടോ? ഓ, നീ തിരിച്ചു വന്നോ? അതെ, എനിക്കറിയാം. എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നാ ഞാൻ കരുതി. പക്ഷേ അതിന് കാരണം നിന്നെ പറ്റി പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയില്ല. മനുഷ്യനോട് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല, തിന്മശക്തികളോട് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ഇനി മുതൽ ഞാൻ ഇങ്ങനെ ഉണ്ടാവില്ല. ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? ഇത് ഞാനാണ്. ശരി ശരി, ഞാൻ ഇപ്പോഴും തിന്മശക്തിയാണ്. ഇൻഫിനിറ്റി ഓഫ് ടൈറ്റൻസ്, നമുക്ക് പോകാനുള്ള സമയമായി. ഗുഡ് ബൈ പ്രോട്ടീൻ ടൈറ്റൻസ്. ഞാൻ കരുതിയതിനേക്കാളും നിങ്ങളൊക്കെ എത്ര സുന്ദരന്മാരാ. മൾട്ടിവേഴ്സിൽ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദി. ഗ്രേറ്റ്. ഞാനും എന്റെ സീരിയസ് ടീം ടൈറ്റൻസും ചേർന്ന് സീരിയസ് ആയിട്ട് അഡ്വഞ്ചേഴ്സ് മൂവി കാണാൻ പോവാണ്. ആൻഡ് സീരിയസ് ആയിട്ട് PG-13 അഡ്വഞ്ചേഴ്സ് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായോ? റോബിൻ, നീ നൈറ്റ്മേറിൽ വല്ല കേട്ടോ. നീ മികവയാണ് കാണാൻ സുന്ദരം. അവസാനം നിങ്ങൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ പോകാൻ സമയമായി. ഇത് കുറച്ച് വിചിത്രമായിരുന്നു. നിന്റെ റോബോട്ട് ബോഡിയിൽ ഒരുപാട് നല്ല കാര്യങ്ങളും നീ വെച്ചിട്ടുണ്ട്. താങ്ക്സ്. അകത്തൊരു വാഫിൾ മേക്കർ പോലും ഉണ്ട്. ഞാനത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അതെനിക്ക് നിന്നെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഗുഡ് ബൈ എന്റെ ഭൂമിയിലെ സിസ്റ്ററെ. ഞാൻ വല്ലാതെ നിങ്ങളെ മിസ് ചെയ്യും. ഈ ഭൂമിയിൽ ഹ്യൂമൻസിനിടയിൽ ക്യാമറയും ഉണ്ടായിരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയോ. പിന്നെ ആ റോബിൻ, അവനൊരു വാമ്പാറ്റ് ആണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കാണാൻ ഗുഡ് ലുക്കിംഗ്. നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ വളരെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പക്ഷെ നീ നല്ലൊരു സൂപ്പർ ഹീറോ ആണ്. പക്ഷെ എന്നെ കുറച്ച് വ്യത്യസ്തമാണ്. നീ ഇനി ഒരുപാട് ട്രെയിനിങ് എടുക്കണം. എങ്കിൽ മാത്രമേ എന്നെ പോലെ ഹൈറ്റ് ആകാൻ പറ്റുള്ളൂ. ആദ്യത്തെ കൈയൊന്ന് വിടുവോ? എനിക്ക് ഗുഡ് ബൈ ഒന്നും പറയാൻ അറിയില്ല. എനിക്കും നിന്റെ അച്ഛൻ തിരിച്ചു വന്നാൽ, നിനക്ക് സപ്പോർട്ടിന് ആളെ ആവശ്യം വന്നാൽ എനിക്കറിയാം ആരെ വിളിക്കണമെന്ന്. വീണ്ടും കാണാം. ടൈറ്റൻസ് ഗോ. നമുക്ക് നമ്മുടെ ലോകത്തേക്ക് പോകാം. അതെ, ഇത് ഞങ്ങളല്ലേ എടുത്തോണ്ട് പോണത്? അല്ല, അത് ഞങ്ങളുടെ ഗ്രഹത്തിൽ നിന്ന് ഉണ്ടായതല്ലേ? തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും വേണ്ടതേ. എനിക്ക് ഇപ്പഴാ ശരിക്കും ആശ്വാസമായത്. അവരെ പറഞ്ഞയച്ചല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സ്റ്റാർ അല്ലേ? ശ്വാസം വലിച്ചൊരു ടീം. ഇതാണ് നമ്മുടെ ഗ്രഹത്തിലെ സുഗന്ധം.